ഗൈസ് അങ്ങനെ നമ്മൾ ദമ്മാമെന്ന് യാത്ര തുടങ്ങുകയാണ്. നമ്മൾ അല്ലസ വഴി ബത്ത, അതായത് സെൽവ ബോർഡർ ബത്ത വഴി ആണ്, അബുദാബി വഴിയാണ് നമ്മൾ ദുബായിക്ക് പോണത്. അതൊന്നും കൂടുതൽ വിവരങ്ങൾ അതിൽ വെക്കുന്നത് നമ്മൾ നേരെ ഏതായാലും ദുബായിലെത്തിയിട്ടുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഏതായാലും ഇതിൽ കൂടുതൽ പറയാൻ പോകുന്നത്. യാത്ര നമ്മൾ മാക്സിമം കട്ട് ചെയ്തൊക്കെയാണ്, കാരണം വീഡിയോൻ്റെ ലെങ്ത്ത് കുറക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ പോയിട്ട് നമ്മൾ റൂം എടുക്കുക കേട്ടോ. ദുബായിൽ റൂം എടുക്കുകയാണ്. നമ്മൾ ആദ്യം റൂം എടുത്തൊന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് പോകാനുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രെയിമാണ്, ദുബായ് ഫ്രെയിമിലാണ് പോകുന്നത്. അപ്പോൾ റൂമൊക്കെ അടിപൊളി റൂമും കാര്യങ്ങളായിരുന്നു, നല്ല സെറ്റപ്പ് റൂമായിരുന്നു. എന്തായാലും നമ്മളിവിടെ ഒന്ന് എല്ലാവരും കുളിച്ച് മാറ്റി ഫ്രഷായി ഞങ്ങൾ ദുബായ് ഫ്രെയിമൊക്കെ പോകാനുള്ള ഒരു പരിപാടിയാണ്. ദുബായ് ഫ്രെയിമുകൾ എല്ലാവരും അറിയുന്നുണ്ടാവും, ദുബായിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റഡ് സാധനമാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു. അപ്പോൾ ഇതാണ് ദുബായ് ഫ്രെയിമിൻ്റെ ഒരു ഐഡിയ എന്നുള്ളത് കാണിച്ചത്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്തായാലും വണ്ടി പാർക്ക് ചെയ്ത് തന്നെ ദുബായിൻ്റെ മറ്റുള്ള ഒരു മെയിൻ സംഭവമായിട്ട് ഈ വണ്ടി നമുക്ക് ദുബായിൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ സൗദിയിൽ നിന്ന് പോയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര അതിശയമുള്ളൊരു സംഭവമാണ്. അവിടെ ടാക്സി ആയിട്ടാണ് അവിടെ വെച്ചിട്ടുള്ളത്. വലിയ വലിയ ഹോട്ടലിലൊക്കെ ആളുകളൊക്കെ വിസിറ്റേഴ്സൊക്കെ വരുന്നതാണ് തോന്നുന്നുണ്ട്. എന്തായാലും ഞാൻ അതിന് റൗണ്ട് അടിച്ച് കണ്ടു, കാരണം നമുക്കിത് വലിയ സംഭവം തന്നെയാണല്ലോ. അങ്ങനെ നമ്മൾ നേരെ ദുബായ് ഫ്രെയിമൊക്കെ കയറിട്ടോ, ടിക്കറ്റും കാര്യങ്ങളെടുത്ത് ഒരു ലിഫ്റ്റ് വഴിയായിട്ട് കയറുന്നത് ഏറ്റവും മേലെ ടോപ്പിലാണ് നമ്മൾ പോണത്. അടിപൊളി വ്യൂവും കാര്യങ്ങളും ഉണ്ട്, ഞങ്ങൾക്ക് കാണിച്ചാൽ അതിൻ്റെ കറക്റ്റ് വ്യൂവും കാര്യങ്ങളും ഓക്കെ. അങ്ങനെ നമ്മൾ അതിൻ്റെ മേലെത്തിട്ട് മേലെ നിന്ന് ഒരു സൈഡ് പഴയ ദുബായും ഒരു സൈഡ് പുതിയ ദുബായാണ് നമുക്ക് കാണിട്ടു. ഞാൻ ലിഫ്റ്റ് പോയിട്ട് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, കാരണം നല്ലൊരു വീഡിയോ ലെങ്ത്ത് മാക്സിമം കുറക്കുക എന്നുള്ളത് നമ്മൾ ടാർഗറ്റ്. അങ്ങനെ ഷറഫുക്കയും നമ്മളെ ഗൈഡായിട്ട് നമ്മൾ കൂടെ എല്ലാത്തിനും ഉണ്ടായിരുന്നു. ബാബുക്ക് അടിപൊളിയാണ്, എല്ലാത്തിനും നമ്മളെ കൂടെ കട്ട സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഷറഫുക്കിൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു, പിന്നെ അല, ആസിം, ഇതായിട്ട് നമ്മളെ ആൾക്കാർ അതുപോലെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ നിങ്ങൾക്ക് തരും, കാരണം നമ്മളെ കട്ട ചങ്കളാണ് പോലെയാണ് എല്ലാത്തിനും നമ്മൾ കൂടെ ഉണ്ടായിരുന്നത്. അടിപൊളിയാണ്, രണ്ടാളും ഫുൾ വൈബാണ്, ഫുൾ ഓണ്. ഈ ഒരു വ്യൂ ആണ് നിങ്ങൾ താഴത്തേക്ക് നോക്കിയാൽ തന്നെ കണ്ണ് തള്ളിപ്പോവും, തല മിന്നിപ്പോവും. അറ്റാക്കില്ലവരൊക്കെയാണെങ്കിൽ സ്പോട്ടിൽ മരിക്കും, പ്രസവിക്കാനുള്ളവരാണെങ്കിൽ സ്പോട്ടിൽ പ്രസവിക്കും. അങ്ങനത്തെ ഒരു വ്യൂ ആയിട്ട് മേലെ നിന്ന് താഴേക്കുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അത്രയും മേലെന്നാണ് ഇതിൻ്റെ വ്യൂ ഉള്ളത്. അത്രയും മേലെയാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് ഓക്കെ. എന്തായാലും ഫുൾ വൈബാണ്, സർഫിങ്ങും കാര്യങ്ങളും എല്ലാവരോടും ഹാപ്പി. അങ്ങനെ ഞാനൊന്ന് വെറുതെ ഒന്ന് വന്ന് നോക്കിയിട്ട് ഞാൻ എൻ്റെ ഉള്ളിലേക്ക് പോയില്ല, എനിക്ക് ഭയങ്കര പേടി, കാരണം തല മിന്നുണ്ട്. എന്താ സംഭവം എനിക്കല്ല, പ്രായത്തിൻ്റെ പ്രശ്നം തോന്നുന്നുണ്ട്. താഴത്തേക്ക് പോകുമ്പോൾ തല മിന്നുണ്ട്. ഏതായാലും ബാബുക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന്, പിന്നെ അലൊന്ന് പോയത്. അലക്ക് ഫസ്റ്റ് പോയപ്പോൾ ചെറിയ ബേജാറുണ്ടായിരുന്നു, സെക്കൻഡ് പോയപ്പോൾ ഒരു ബേജാറുണ്ടായില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഹാപ്പിയായി. കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും നമ്മൾ റൂമിലെത്തിയപ്പോൾ നമ്മൾ കോസ്റ്റ്യൂമൊക്കെ ഒന്ന് മാറ്റിട്ടോ. പുറത്തൊന്നും ഇറങ്ങിയാണ്ട് കയറിയ ഒരു കോലാണ്. നമ്മൾ മലപ്പുറം ജില്ലക്കാരനായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കോസ്റ്റ്യൂമിന് ഈ ഒരു ഡ്രസ്സിന് നമുക്കൊരു ബേജാറുണ്ടായില്ല. അങ്ങനെ മെല്ലെ പോയിട്ട് ഒരൊറ്റ മയക്കണം, ഒരൊറ്റ ബുക്കിലാണ്, വേറെ ഒന്നും ഓർമ്മയില്ല, ഒരൊറ്റ ഉറക്കം. അത് കഴിഞ്ഞ് നമ്മൾ നേരം പുറത്തേണ്ട നീച്ചേണ്ട അടുത്ത സഞ്ചാരത്തിലേക്ക് ഇറങ്ങാൻ പരിപാടി കേട്ടോ. അന്നത്തെ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് നാളത്തെ പരിപാടിയിലേക്ക് നീങ്ങണി. അങ്ങനെ നേരം പുറത്ത് ഞാനും അലിയും റെഡി ആയിട്ടോ, ആസിമും ഒക്കെ റെഡിയാണ്. അവിടെ ഷറഫുക്കയും ഫാമിലിയും ഓല അപ്പുറത്തെ റൂമിലാണ്, ഓലും റെഡിയായി. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് എങ്ങോട്ടാണ്, മെട്രോ, ദുബായ് മെട്രോയിലൊന്ന് കയറുന്നില്ല ആഗ്രഹത്തിൻ്റെ. നമ്മൾ ദുബായ് മെട്രോക്ക് പോയി. ഷറഫുഖാൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ പോകണം കേട്ടോ. ഷറഫുഖിനെ നമ്മളെ മുന്നിൽ പാടാൻ നയിക്കുന്നത്. അങ്ങനെ നമ്മൾ മെട്രോയിൽ പോയിട്ട് ഒരു യാത്ര നടത്തി. അത് അടിപൊളി യാത്രയായിരുന്നു, അടിപൊളി ഒരു ഓർമ്മകളാണ്. അതിൻ്റെ ഉള്ളിൽ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഞാൻ എൻ്റെ കുറേ സിംഗിൾ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടോ, കാരണം നമുക്ക് പിന്നെ എപ്പോഴൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഡ്രൈവറില്ലാത്ത വണ്ടി എന്നൊക്കെ പറയുന്ന മാതിരി ഡ്രൈവർലെസ് ട്രെയിനാട്ടോ അവിടെ. അടിപൊളി മെട്രോ സെറ്റപ്പാണ്, എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദീകരിച്ച് ബാബുക്ക. അത് ഞങ്ങൾ നേരെ ബോട്ട് സർവീസിൽ പോയിട്ടോ. ഇത് ദുബായ് അൽജദഫ് എന്ന് പറഞ്ഞൊരു ഏരിയ കേട്ടോ, അടിപൊളി ഒരു ബീച്ച് സൈഡാണ്. നല്ലൊരു അനുഭവമായിരുന്നു, രസമായിരുന്നു പരിപാടി. കുറേ കളികളും തമാശകളൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ രാത്രി അങ്ങനെ ഒരു വൈബായിട്ട് അങ്ങനെ പോയി. അത് കഴിഞ്ഞ് നമ്മളെ നാട്ടിൽ കുറച്ച് ടീമുണ്ട്. അങ്ങനെ അന്നത്തെ രാത്രി അവിടെ ഉറങ്ങി കഴിച്ചു കൂട്ടി ഞങ്ങൾ പിറ്റേ ദിവസം വീണ്ടും ഇറങ്ങിട്ടോ. ഇത് നമ്മളെ മ്യൂസിയമാണ്, ഇതൊരു മെയിൻ സംഭവമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദുബായ് ഷെയ്ഖ് സായിദ് റോഡിൽ പോകുമ്പോൾ കാണുന്ന ഒരു അടിപൊളി വ്യൂ ആണ്. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാണ്, ബുർജ് ഖലീഫി കേട്ടോ. ബുർജ് ഖലീഫിക്കാണ് നമ്മളിപ്പോൾ. ബുർജ് ഖലീഫിൻ്റെ മുന്നിലെത്തി നിങ്ങൾക്ക് കാണാൻ കഴിയും. വണ്ടി നമ്മൾ ഏകദേശം മുന്നിലെത്തിയിരിക്കുന്നത്. അടിപൊളി ഏരിയ ആയിട്ടില്ല, ഒന്നും പറയാലതൊന്നും.
കാരണം ബുർജ് ഖലീഫ അതിന് ചുറ്റിപ്പറ്റി കുറച്ച് ബിൽഡിങ്ങുകളുണ്ട്. എന്താ അതിൻ്റെ ലുക്ക്. ദുബായ് എന്ന് പറഞ്ഞാൽ മസ്റ്റ് വിസിറ്റ് കണ്ടു കേട്ടോ. എന്തായാലും അവിടെ പോകണം. കണ്ടോ നിങ്ങൾ ആ ഒരു ഏരിയ ഉണ്ട്. ഇവിടുത്തെ ഒരു ആംബിയൻസ് തന്നെ അടിപൊളിയാണ്. നമ്മൾ വന്നിങ്ങ് നോക്കിപ്പോവും. അങ്ങനത്തെ ഒരു ഏരിയയാണ്. ചുറ്റിപ്പറ്റി കുറച്ച് നല്ല ഉഷാർ അടിപൊളിയല്ല ഒരു മോഡേൺ ലുക്കുള്ള ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ എന്ത് ചെയ്തു, വണ്ടി നമ്മൾ പാർക്ക് ചെയ്ത് സേഫ് ചെയ്ത് പാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടോ. അങ്ങനെ ഈ മാളിൻ്റെ എൻട്രിയിൽ നമ്മൾ എൻട്രിയിൽ കയറിയാൽ തന്നെ അടിപൊളി അതിൻ്റെ ഉള്ളിലത്തെ ഷോപ്പുകളും കാര്യങ്ങളും പിന്നെ കണ്ടമാനം സകല രാജ്യത്തെ ആൾക്കാർ എൻ്റെ ഉള്ളിൽ എന്തായാലും ഉണ്ട്. എത്രങ്ങാനും ആൾക്കാരതിനകത്ത് അറിയാം. അങ്ങനെ നമ്മൾ നടത്തും എത്രങ്ങാനും ഒരുപാട് നടന്നുകൾ അതിൻ്റെ ഉള്ളിൽ ഇട്ടോ. കാരണം ഒരുപാട് നടക്കാനുള്ള സംഭവം ഉണ്ട്. അമ്മാതിരി വലിയ മാളാണത്. എന്നാലും നമ്മൾ നടന്ന് അങ്ങനെ പോയി. അതിലും ഇന്നിപ്പോൾ നമുക്ക് ബുർജ് ഖലീഫിൻ്റെ ഉള്ളിലേക്കുള്ള ടിക്കറ്റ് നമുക്ക് കിട്ടിയില്ല. ഞങ്ങൾ നാളൊക്കെ ഇങ്ങനെ ടിക്കറ്റ് എടുത്തിങ്ങനെ എന്തായാലും ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് എന്തൊക്കെയുണ്ട് എന്നൊക്കെ നോക്കിയിട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ നമ്മൾ പോയി എത്തിയതാണ് ഒരു അക്വേറിയായിട്ട്. ഇവിടെ അടിപൊളി ഒരു അക്വേറിയാണ്. കണ്ടമാനം മീനുകളും കാര്യങ്ങളും അതിനകത്തുണ്ട്, ചെറുതും വലുതുമായിട്ട് പല കോലത്തിൽ പല തരത്തിൽ. ഇതിന് മുന്നിലും ഭയങ്കര കൺജസ്റ്റഡ് ആണ്. കുറേ ആൾക്കാർ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനുണ്ട്. ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ എല്ലാ രാജ്യത്തിലുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. സകല രാജ്യക്കാർ ഈ ദുബായിൽ ഈ ഏരിയയിൽ വന്ന് കഴിഞ്ഞാൽ കാണാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു സംഭവം. പക്ഷെ എന്തായാലും ഭയങ്കര രസമായിരുന്നു കേട്ടത്. കുറേ മീനുകളും കുറേ ആളുകളും പല ജാതിക്കാരും പല കോലക്കാരും എല്ലാവരും നമുക്ക് കാണാൻ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ അവിടുന്ന് മെല്ലെ ഇറങ്ങിയിട്ട് മെല്ലെ പോയത് കണ്ടാൽ ബുർജ് ഖലീഫിൻ്റെ സൈഡിലേക്ക് മെല്ലെ അവിടെ എത്തിയിട്ട് നടന്ന് അവിടെയാണെങ്കിലോ എന്താ അതിൻ്റെ ലുക്ക്. ബുർജ് ഖലീഫ നേരിട്ട് കാണുമ്പോൾ എന്താ അതിൻ്റെ ലുക്ക്. അതിൻ്റെ കുറേ ലൈറ്റിങ്സും സെറ്റപ്പും കാര്യങ്ങളും പരിപാടിയും മ്യൂസിക്കും പാട്ടൊക്കെ ആയിട്ട് അങ്ങനെ അന്നത്തെ രാത്രി അവിടെ കഴിച്ചു കൂട്ടി നമ്മളാണ്ട് റൂമിലൊന്നാണ്ട് കിടന്നുറങ്ങി. വീണ്ടും എണീറ്റ് നേരം വെളുത്തിട്ട് നെക്സ്റ്റ് ഡേ ആയി. നമ്മളിതാ പോവുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം. ആസിമിന് വണ്ടി ഓട്ടണമെന്ന് പറഞ്ഞു. ദുബായിൻ്റെ തെരുവുകളിലൂടെ വണ്ടി ഓടിക്കാൻ ആസിമിന് ആഗ്രഹം. അങ്ങനെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നിറവേറ്റണമല്ലോ. കാരണം നമ്മളെ ചെറുക്കനല്ലേ, അതുപോലെ ആഗ്രഹങ്ങൾ നമ്മൾ നിറവേറ്റണ്ടേ. കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹങ്ങൾ പറഞ്ഞാൽ നിറവേറ്റുന്ന സിദ്ദീഖ് ഒരു ഫിലിമിൽ പറഞ്ഞൊരു ഓർമ്മ എനിക്കുണ്ട്. അങ്ങനെ നമ്മൾ ഓനെടുത്തോണ്ട് പോയിട്ടോ. ദുബായ് എങ്ങനെ വണ്ടി ഓടിക്കുകയാണ് ആസാം. വണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യണം? അങ്ങനെ ഓൻ്റെ ആഗ്രഹം നിറവേറ്റി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും റൂമിലൊന്ന് ഫ്രഷ് ആയി വീണ്ടും നമ്മൾ ഇറങ്ങിയിട്ട് എന്തിന് ബുർജ് ഖലീഫിൻ്റെ മേലേക്ക് നമ്മൾ ഇതുവരെ എത്തിയില്ലല്ലോ. ഇന്നലെ നമ്മൾ പോയിട്ട് മടങ്ങിപ്പോ നിൽക്കല്ലേ. അങ്ങനെ ദുബായ് ഷെയ്ഖ് സായിദ് റോഡിലൂടെ നമ്മൾ വീണ്ടും കുതിച്ചിട്ടോ. ഈ റോഡൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ രസം. രണ്ട് സൈഡിലും അമ്പരച്ചുംബികളായ ബിൽഡിങ്ങുകളുടെ യാത്ര. ഇതൊക്കെ ഒരു വൈബ് തന്നെയാണ്. എന്തായാലും ഇതൊന്നും നമ്മൾ മറക്കില്ല. അങ്ങനെ നമ്മൾ പോയി അവിടെ എത്തി. അതിൻ്റെ ഉള്ളിലെത്തി വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ മേലക്കൂടെ നടന്ന് പോവാണ്. പക്ഷെ ഇതിനകത്തൊക്കെ ഭയങ്കര സൗകര്യങ്ങളുണ്ട്. ആധുനിക സൗകര്യങ്ങൾ പോലെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പോയി ടിക്കറ്റ് എടുത്തിട്ടോ. ടിക്കറ്റ് എടുത്താണ് നമ്മൾ പോകുമ്പോൾ തന്നെ അതാ നമ്മൾ നല്ലൊരു ലിഫ്റ്റിൽ കയറി. ലിഫ്റ്റിൻ്റെ ഒക്കെ സെറ്റപ്പ് നോക്കിയെങ്കിൽ എന്താ കളർഫുൾ എന്ന് പറയും. ഒരു സിനിമാ തിയേറ്ററിൻ്റെ ഉള്ളിൽ ചെന്ന മാറി എമ്മാതിരി സെറ്റപ്പ്. അങ്ങനെ ലിഫ്റ്റ് പോയി നമ്മൾ മേലെത്തിക്കാണ്ട് നമ്മൾ ബുർജ് ഖലീഫിൻ്റെ ഞമ്മക്കുള്ള പോർഷനിലെത്തി. അവിടെ നമ്മളിതാ എൻട്രി ചെയ്യാം കേട്ടോ. ഇനിയാണ് ഗൈസ് ദ വ്യൂ. ബുർജ് ഖലീഫ് എന്ന താഴത്തേക്കുള്ളൊരു വ്യൂ ഉണ്ട്. എമ്മാതിരി ലുക്കാണ് കാണിച്ചാൽ ഞങ്ങൾക്ക് ഗൈസ്. ഏതായാലും ഒന്നും ചെയ്യാല്ല. ഇതൊക്കെ ഇതൊക്കെ മസ്റ്റ് വിസിറ്റഡ് പ്ലേസ് ആണ്.